ശ്രീ എൻ എം പിയേഴ്സൺ, ഇന്നിപ്പോൾ അരുൺകുമാർ പറയുന്നതും താങ്കൾ കേട്ടു. അതിനു മുമ്പ് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ ഈ PR ഏജൻസിയുമായി ബന്ധപ്പെട്ട ഒരു വിമർശനവും വരാത്തതും നമ്മൾ കണ്ടു. PR ഏജൻസിയുമായി മാധ്യമങ്ങൾ ബന്ധപ്പെടുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധമുണ്ട് എന്ന് പറയുന്നു. അതിൽ കൂടുതൽ വിശദീകരണത്തിന് അവർ തയ്യാറാകുന്നുമില്ല. ഒരു മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ ദ ഹിന്ദു പോലുള്ള ഒരു പത്രത്തിന് എടുക്കാൻ യഥാർത്ഥത്തിൽ ഒരു PR ഏജൻസിയുടെ ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യം സ്വാഭാവികമായും ഉയരുന്നതാണ്. അതുതന്നെയാണ് CPM ഇപ്പോൾ ചോദിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ആ ഏജൻസിയുടെ രണ്ട് പ്രതിനിധികൾ പങ്കെടുക്കുകയും അതിൽ ചേർക്കേണ്ട ഭാഗം എഴുതി കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഹിന്ദു ഇപ്പോൾ ക്ഷമാപണത്തിൽ പറയുന്നത്. ഈ ഖേദപ്രകടനം നടത്തിയത് കൊണ്ടാണ് ഈ വിവരം പുറത്തു വന്നത്. അതല്ലെങ്കിൽ ആ വിവരം പുറത്തു വരികയുമില്ല. എങ്ങനെയാണ് താങ്കൾ ഇതിലെ സത്യം എന്താണെന്നാണ് താങ്കളുടെ മനസ്സിലാക്കൽ? അല്ല, ഇത് മാധ്യമ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണല്ലോ. ഞാൻ പല പ്രമുഖരായിട്ടുള്ള നേതാക്കളെയും ഇന്റർവ്യൂ ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം അത് പത്രത്തിൽ പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ മാഗസിനുകളിൽ പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് ഈ ഇന്റർവ്യൂ തന്ന പ്രമുഖനായ നേതാവ് നമ്മളോട് അതൊന്ന് കാണിക്കണം എന്നാവശ്യപ്പെടാറ്. അങ്ങനെയല്ലേ സാധാരണ രീതിയിൽ അത് ചെയ്യേണ്ടത്? അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരുന്നില്ല. മുഖ്യമന്ത്രിക്ക് സമയമില്ല എന്നാണ് പറയുന്നതെങ്കിൽ മുഖ്യമന്ത്രി പ്രസ് സെക്രട്ടറി അതേപോലെ തന്നെ മനോജിനെയുമൊക്കെ അവിടെ കൂടെ താമസിപ്പിക്കുന്നുണ്ടല്ലോ. അവർക്കത് പരിശോധിക്കാമായിരുന്നു. അപ്പൊ അവരത് പരിശോധിച്ചില്ല എന്നതാണ് പ്രശ്നമെങ്കിൽ അത് ആ രീതിയിൽ ചർച്ച ചെയ്യുക. അവരെ രണ്ടുപേരും പിടിച്ചതിനൊന്ന് പുറത്താക്കുക. നേരത്തെ ശബരിനാഥ് പറഞ്ഞ പോലെ എന്തിനാണ് അവരെ അതിനകത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത്? മുഖ്യമന്ത്രിക്ക് സമയം കാണില്ലായിരിക്കും. പക്ഷെ മുഖ്യമന്ത്രി കൊടുത്ത ഇന്റർവ്യൂവിൽ മുഖ്യമന്ത്രി പറയാത്തത് ഒരു കാര്യം വരുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പ്രസ് സെക്രട്ടറിക്കും അതേപോലെ തന്നെ അദ്ദേഹത്തിന് ഒപ്പം നിൽക്കുന്നതായിട്ടുള്ള അദ്ദേഹത്തിന്റെ സഹായിക്കുമാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. എന്തായാലും മറ്റതെല്ലാം നമുക്ക് രാഷ്ട്രീയമായിട്ട് സംസാരിക്കാവുന്ന കാര്യങ്ങളാണ്. BJPയുടെ വിഷയമായി കഴിഞ്ഞാലും അൻവറിന്റെ കാര്യമായി മറ്റെല്ലാം അങ്ങനെയാണ് വരുന്നത്. എന്താണ് മുഖ്യമന്ത്രി ആ ഗൗരവം കാണിക്കാതിരുന്നത്? അതിനെങ്കിലും ഉത്തരം പറയാമല്ലോ കേരളത്തിനോട്. ഹിന്ദുവിനെ കുറ്റം പറഞ്ഞിട്ട് അതിനകത്ത് കഥയില്ല എന്നുള്ളതാണ്. കാരണം വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മനുഷ്യൻ മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ അങ്ങനെ മാറ്റി കൊടുക്കാനായിട്ട് നിങ്ങളാരെങ്കിലും തയ്യാറാവും? എനിക്ക് തോന്നുന്നില്ല. ഹിന്ദു പത്രം ഒരിക്കലും അങ്ങനെ ചെയ്യും എന്ന് എനിക്ക് കരുതുന്നില്ല. അപ്പോഴാണ് PR ഏജൻസി എല്ലാം അവിടെ പ്രസക്തമായി വരുന്നത്. മാത്രമല്ല, അവര് പറയുന്നത് പത്രം ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം കൂടിയാണ്. അതും കൂടി കൊടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് കൊടുക്കാൻ ഈ പത്രക്കാരെന്തിനാ നടക്കും? അതുകൊണ്ട് പത്രക്കാരെ അങ്ങനെ വെറുതെ വിടാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഹിന്ദു പത്രം ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, മുഖ്യമന്ത്രിയുടെ ഓഫീസ്, മുഖ്യമന്ത്രി അതൊക്കെ പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ എന്ന നിലക്ക് അത് കൊടുക്കാനായിട്ട് പാടുള്ളൂ. ഇവിടെയൊക്കെ അവർ മൗനം പാലിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെയൊക്കെ അവർ നിശബ്ദരായി ഇരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഒളി അജണ്ടകൾ ഉണ്ടായിരുന്നു എന്ന് സമൂഹത്തിന് സംശയിക്കേണ്ടി വരും. ആ ഒളി അജണ്ടകളാണ് ഇപ്പോൾ ഇതിനകത്ത് പ്രശ്നമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നത്. എത്രയോ ഗൗരവമായിട്ട് പത്രസമ്മേളനം നടത്തേണ്ട ഒരു സമയത്താണ് BJP പറയേണ്ടതായിട്ടുള്ള വാചകങ്ങളെല്ലാനും മുഖ്യമന്ത്രി പറയുന്നതായിട്ട് കേരളത്തിലെയും അതുപോലെ ഇന്ത്യയിലെയും ജനങ്ങൾ വായിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിത്തീരുന്നു. അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ CPM-നെതിരെ ഉയർന്ന ശക്തമായിട്ടുള്ള വാദം എന്താണ്? മുഖ്യമന്ത്രിയുടെ മകൾക്ക് വേണ്ടിയിട്ട് RSS-ഉമായിട്ട് ബന്ധമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നിരന്തരമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അതിസങ്കീർണമായിട്ടുള്ള സാഹചര്യത്തിൽ യാതൊരു ഉത്തരവാദിത്വം ഇതിനെ ഇല്ലാതെ ഇതേപോലെ ഇന്റർവ്യൂ കൊടുത്തിട്ട് ആളുകളുടെ മുന്നിൽ ന്യായീകരിക്കാൻ നടക്കുന്നത് എന്തിനാണ്? മുഖ്യമന്ത്രി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് അരുണുമായി ചോദ്യം ചെയ്യാത്തത്? ഇത് മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്തമാണ്, മുഖ്യമന്ത്രിയുടെ തെറ്റാണ്, മുഖ്യമന്ത്രി വരുത്തിരിക്കുന്നതായിട്ടുള്ള വലിയ പാകപ്പിഴയാണ്. കാരണം സാധാരണ എല്ലാ നേതാക്കളും ചെയ്യുന്നൊരു കാര്യം, അവര് ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഇന്റർവ്യൂവിൽ തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ വന്നിട്ടില്ല എങ്കിലും അതോടൊപ്പം തന്നെ തങ്ങൾ പറയാത്തതായിട്ടുള്ള കാര്യങ്ങൾ കയറി വന്നിട്ടുണ്ടെങ്കിലും അത് പരിശോധിക്കാനായിട്ടുള്ള ഒരു ഫിൽറ്ററിംഗ് പ്രോസസ് ഉണ്ട്, ഒരു മോണിറ്ററിംഗ് ഉണ്ട്. എന്താണ് ചെയ്യാതിരുന്നത്? എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ്. അത് ചെയ്യാതിരുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോഴാണ് മറ്റെല്ലാ ആരോപണങ്ങളും വളരെ പ്രസക്തമായി തീരുന്നത്. കാരണം മൗനത്തിന്റെ ഒരു പടലത്തിൽ നിന്നുകൊണ്ട് തങ്ങൾക്ക് ഓപ്പറേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള അജണ്ടകൾ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ആരെയെങ്കിലും ചുമതലപ്പെടുത്തുകയും അവർ കൈയിട്ട് മാറുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു മാർക്സിസ്റ്റ് നേതാവിനെ മറ്റുള്ളവരാൽ ഇത്തരത്തിൽ കൈയിട്ട് വാരപ്പെടേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്ന ആരാണ്? ആ നേതാവ് എന്തിനാണ് മാർക്സിസ്റ്റ് നേതാവായിട്ട് നടക്കുന്നത്?
എന്ത് കമ്മ്യൂണിസ്റ്റ് നേതാവാണ് അദ്ദേഹം? യാതൊരു ജാഗ്രതയുമില്ലാതെ ഇത്തരം കാര്യങ്ങൾ നടക്കാനായിട്ടുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ടെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്നെ നിങ്ങൾക്ക് അറിയില്ലേ എന്ന് കേരളത്തിനോട് ചോദിക്കുക. എന്താണത്? എനിക്ക് മനസ്സിലാവാത്ത കാര്യമാണ്. Debate with Arun Kumar.